ACP കൃഷ്ണപ്രസാദ് ഹിയർ. കൈതന്നൂരത്തിൻ്റെ ലൊക്കേഷനാണ്. സി കേരളത്തിൽ വളരെ ഹിറ്റായി പോയിക്കൊണ്ടിരിക്കുന്ന കഴിഞ്ഞ 2-2.5 വർഷമായിട്ട് ഇപ്പോൾ 700 എപ്പിസോഡുകൾ പിന്നിട്ടിരിക്കുന്നു ഞങ്ങൾ. അപ്പോൾ അതിൻ്റെ ലൊക്കേഷനിലാണ്. അപ്പോൾ നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരാൾ എൻ്റെ കൂടെയുണ്ട്. അപ്പോൾ അദ്ദേഹമായിട്ട് ഞാൻ ഇത്തിരി ഉടക്കിലാണ്. അറിയാമല്ലോ, ദുർഗ. പാവം ഞാൻ. അത് അറിയാമല്ലോ അല്ലേ, പാവമാണോ അല്ലേ എന്നുള്ളത് നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷെ ഞാനൊരു ചോദ്യം ചോദിക്കും. സാധാരണ നമ്മൾ ഈ ക്യാരക്ടേഴ്സ് ചെയ്യുന്ന സമയത്ത്, പ്രത്യേകിച്ച് സീരിയൽ ആയിക്കോട്ടെ സിനിമ ആയിക്കോട്ടെ, ലൈഫായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്നത് എന്നൊക്കെ പറയും. ലോജിക്കൊന്നുമില്ലല്ലോ. കാരണം കഥാപാത്രങ്ങളാണ്, കഥ പോകുന്ന വഴിയെ നമ്മൾ പോവുക എന്നുള്ളതാണല്ലോ. പക്ഷെ ഒരു ചോദ്യം അല്ലേ ചോദിക്കാതിരിക്കാൻ, ഈ ദുർഗ എന്ന് പറയുന്ന കഥാപാത്രം ഇത്രയും ഈ 2 വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിന് കുറേ വേരിയേഷൻസ് ഉണ്ടായിരുന്നു. ഏതെങ്കിലുമൊക്കെ സീക്വൻസുകൾ വൈഷ്ണവി സായികുമാറായിട്ട് ദുർഗ ടച്ച് ചെയ്തു? ദേഷ്യത്തിന്റെ കാര്യത്തിൽ വന്നിട്ടുണ്ട്. ദേഷ്യം ഷോർട്ട് ടെമ്പേർഡാണ്. പക്ഷെ എന്ന് പറഞ്ഞിട്ട് ഈ മാതിരി ഷോർട്ട് ടെമ്പേർഡ് അല്ലാട്ടോ. അങ്ങനത്തെ എന്തെങ്കിലും മുഹൂർത്തങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ഷോർട്ട് ടെമ്പേർഡ് ആവാന്ന് പറഞ്ഞ് തൊട്ടാനും പിടിച്ചൊക്കെ ദേഷിക്കും? ഇല്ല, വിഷമം വരുമ്പോൾ എല്ലാവർക്കും ദേഷ്യം വരില്ലേ, ആ ഒരു രീതിയിൽ. ചില സമയത്ത് ഇതിനകത്ത് പ്രസാദാണെങ്കിലും ആദിയാണെങ്കിലും പ്രിയ, അവരൊക്കെ ചില സമയങ്ങളിൽ ദുർഗ ചെയ്യാത്ത തെറ്റുകൾ എടുത്ത് പറയാറുണ്ട്. ഇത് ദുർഗേച്ചിയാണ് ചെയ്തതെന്ന് പറയുന്നത്. അത് ചിലപ്പോൾ ദുർഗ അറിയ പോലും ചെയ്യാത്ത കാര്യങ്ങളായിരിക്കാം. ഇപ്പം ദുർഗയ്ക്ക് അതിനകത്ത് ദുർഗ മാനസികമായിട്ട് അത്രയും ചേർന്ന് നിൽക്കാത്ത സിറ്റുവേഷൻസ് ആയിരിക്കാം. അതൊക്കെ കുറ്റം പറയുമ്പോൾ നമുക്കിത് വരില്ല. അങ്ങനെ ലൈഫിലുണ്ടായിട്ടുണ്ട്. അതല്ല വരുമ്പോൾ നല്ല രീതിയിൽ യഥാർത്ഥത്തിൽ സീൻ ചെയ്യുമ്പോഴും വിഷമം തോന്നിയിട്ടുണ്ട്. അപ്പോൾ കുടുംബത്തിൽ മംഗളപ്പച്ചയൊക്കെ ഉണ്ടോ? ഇതുവരെ ഇല്ല. ഇനി ഉണ്ടാവുമെന്നറിയില്ല. ഇല്ല, അങ്ങനെ അറിയില്ല. കൃഷ്ണപ്രസാദ് ചിലപ്പോൾ കാണാനില്ല. ഇല്ല, ഇങ്ങനൊരു കൃഷ്ണപ്രസാദ് ഉണ്ടാവില്ല. ഞാൻ നിരപരാധിയാണ്. എന്നെ വെറുതെ സംശയിക്കരുത്. നിങ്ങളുടെ മനസ്സിൽ എന്നെ കുറിച്ചുള്ള നിങ്ങളുടെ തെറ്റിദ്ധാരണ ആദ്യം മാറ്റണം. അതെങ്ങനെ മാറും? നീ അല്ലെങ്കിൽ പിന്നെ ആരാണ് ആ മഹാപാതകം ചെയ്യാൻ ശ്രമിച്ചത്? അപ്പച്ചി. ശരി, 700 എപ്പിസോഡ്, ഒരുപാട് സീൻസ് ചെയ്തില്ലേ? എന്തായാലും ഒരു 1000കണക്കിന് സീൻസ് എന്തായാലും ഇയർലി ചെയ്തിട്ടുണ്ടോ? ഒരു കിടുക്കാച്ചി ഒരു 2 സീൻ പറയാം. 2 സീൻ എവിടെയും ഇതാണ് സ്വഭാവം. ഇങ്ങനെ ആരെങ്കിലും ഉണ്ടോ വീട്ടില്? ഇങ്ങനെ ആരെങ്കിലും ഉണ്ടോ? അവിടെ നില്ല, നിന്നോട് ചോദ്യം. പറ. കിടുക്കാച്ചി 2 സീൻ, 700 എപ്പിസോഡിലെ ഏകദേശം 1000ഓളം സീനുകളിൽ എത്ര മെമ്മറി ഉണ്ട്? മനസ്സിലേക്ക് ടച്ച് ചെയ്ത 2 സീൻ. മനസ്സിലേക്ക് ടച്ച് ചെയ്തത് ഒന്ന്, മണ്ണെണ്ണ ഒഴിക്കുന്ന ഒരു സീൻ. എനിക്ക് ഫസ്റ്റ് പെർഫോം ചെയ്യാനായിട്ട് ഈ സീരിയലിൽ ആദ്യമായിട്ട് പെർഫോമൻസ് ഏരിയ വന്നൊരു സീനാണ്. മണ്ണെണ്ണ ഒഴിച്ച് ആദ്യം കൊണ്ട് സത്യം ചെയ്യിക്കുന്ന ഒരു സംഭവം. ദുർഗയുടെ മുഖത്ത് നവരസങ്ങൾ വന്നെന്ന് തോന്നുന്നു, അറിഞ്ഞൂടാ. ഞാൻ വരുത്താൻ ശ്രമിച്ചിരുന്നു ആ ഒരു സീൻ. അത് ഒരു ആക്ടർ എന്ന നിലയിൽ, ഒരു തുടക്കക്കാരി എന്ന നിലയിലും എനിക്ക് നല്ലോണം പെർഫോം ചെയ്യാൻ പറ്റിയൊരു സീനായിരുന്നു. അത് സത്യത്തിൽ നല്ല രീതിയിൽ വിഷമവും തോന്നി. കാര്യം പ്രസാദിനെയും ആദ്യം കൊണ്ട് അത്രയും കള്ളത്തരമായിരുന്നല്ലോ അത്. പ്രസാദിനെ ആദ്യം അത്രയും സ്നേഹിക്കുന്ന ആൾക്കാരെ കൊണ്ട് അത്രയും ഒരു സിറ്റുവേഷനിൽ എത്തിച്ചു എന്ന് പറയുന്ന ഒരു സംഭവം. ഇങ്ങനെയൊക്കെ കള്ളത്തരം ചെയ്ത ദുർഗയെ ഉറപ്പായിട്ടും എപ്പോഴെങ്കിലും പ്രസാദ് മനസ്സിലാക്കണ്ടേ? ആ മനസ്സിലാക്കിയതിന്റെ പുറത്താണ് ഇപ്പൊ ലേഖയുടെ പുറകെ ഞാൻ പോകേണ്ടി വന്നത്. പക്ഷെ പ്രസാദിനെ ആദ്യം തള്ളി ദുർഗ എവിടെയും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഞാൻ വിട്ടിട്ടില്ല. എപ്പോഴും പ്രിയ എന്ന് പറഞ്ഞ് നടക്കാറുണ്ട്, തുളസി എന്ന് നടക്കാറുണ്ട് ഉണ്ടല്ലോ. എന്റെ ഭർത്താവിനെ മോനെ എനിക്ക് വേണമെന്നേ ദുർഗ പറയാറുള്ളൂ. 2ാമത്തെ സീൻ ഇത്ര മുട്ടിയുണ്ടോ? ലേഖ, എനിക്ക് ഒരു കാര്യം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത്, ഏറ്റവും പ്രിയപ്പെട്ട ഒരാളാണ് പ്രസാദിന്റെ ലൈഫിൽ പ്രസാദിന്റെ പെങ്ങൾ പ്രിയ അല്ലേ. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് കണ്ട് അല്ലെങ്കിൽ സ്നേഹിച്ച ഒരാളാണ് ലേഖ. സ്വന്തം ഭാര്യയെക്കാളും ജീവനാണ് എൻ്റെ പെങ്ങൾ. എന്ത് പറഞ്ഞാലും പെങ്ങളുടെയും തുളസിയുടെയും പേരിലാണല്ലോ ഈ പ്രശ്നങ്ങൾ മൊത്തം ഇവിടെ നടക്കുന്നത്.
അപ്പോൾ ദുർഗയായിട്ടൊരു പ്രശ്നം ഉണ്ടായാലും അല്ലെങ്കിൽ വിഷമം ഉണ്ടായാലും പെങ്ങളോട് പോയി പറയുന്നതായിരുന്നില്ലേ നല്ലതെന്ന് ഞാൻ ചിന്തിച്ചിരുന്നു പലപ്പോഴും. ലേഖയെടുത്ത് പോയിട്ട് പറയുന്നതിന് നല്ലത്. അതിപ്പോൾ ജോലിയുടെ ഇടയ്ക്ക് അല്ലെങ്കിൽ ആ ഡിസ്കഷൻസിൻ്റെ ഇടയ്ക്ക് ഒന്ന് പറയുന്ന വഴിക്ക് പറഞ്ഞിരുന്നെങ്കിൽ കുറച്ചും കൂടി അക്സെപ്റ്റബിൾ ആയിരുന്നു എന്ന് വൈഷ്ണവി എന്ന നിലയിൽ എനിക്ക് തോന്നി. ദുർഗയായിട്ട് ഞാൻ സമ്മതിക്കില്ല. ഇതുവരെ ഞാൻ അറിയാത്തത് കൊണ്ട് പ്രസാദിന് കുഴപ്പമില്ല. ഫ്രെയിമിൽ കണ്ടപ്പോൾ ഫ്രെയിമിൽ ഞാൻ ലേഖയായിട്ട് പ്രേമിക്കുന്നതൊക്കെ കണ്ടപ്പോൾ ദുർഗയ്ക്കാണോ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല? വൈഷ്ണവിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല. അയാളെന്തോ ചെയ്യട്ടെ ചെയ്തോട്ടെ എന്ന് വിചാരിച്ചു. തിരിച്ചു വരുമല്ലോ അതിന്റെ ഡയറക്ടർ ഉണ്ട്, പ്രൊഡ്യൂസർ ഉണ്ട്, വരുമല്ലോ എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. അത് ഉറപ്പായിട്ടും വരുമല്ലോ. വരുന്നേ വേണ്ടേ? വരണം. ആ എന്താണ് അതിനിടെ എൻ്റെ അടുത്ത് ഈ ചോദ്യം ചോദിച്ചു. ലേഖയുടെ കാര്യം. നിങ്ങൾ തമ്മിലുള്ള ഒരു കെമിസ്ട്രി ഉണ്ടല്ലോ, അതെനിക്ക് അവിടെ കാണാൻ പറ്റിയിട്ടില്ല. ലേഖയും പ്രസാദുമായിട്ട്. അതെ. ഓക്കെ. ഇപ്പൊ അല്ല, അത് ഒബ്വിയസ്ലി ഉണ്ടാവാൻ പാടില്ലല്ലോ. കാരണം ഒരു പഴയ കാമുകിയെ കണ്ടു, ആ കാലഘട്ടത്തിലുള്ള പ്രണയം അത് അവിടെ അവസാനിച്ചു. അത് കഴിഞ്ഞ് ഇയാൾ കല്യാണം കഴിച്ചു. വർഷങ്ങൾക്ക് ശേഷം ഒരു പ്രത്യേക സാഹചര്യത്തിൽ. പക്ഷെ എന്ത് പറഞ്ഞാലും ലേഖ എടുത്ത് പോയിട്ട് കാര്യങ്ങൾ പറയുമ്പോൾ കെമിസ്ട്രി വേണം. അതെ അത്രയും തുറന്നു പറയണമെങ്കിൽ ഞാൻ സപ്പോർട്ട് ചെയ്യും. മനസ്സിനകത്ത് ഫുള്ള് ദുർഗ കിടക്കുന്നൊരു പേടിയാവാം. ശരി, അപ്പൊ നിങ്ങള് ദുർഗയും പ്രസാദമായിട്ടുള്ള സംവാദം തുടരട്ടെ. എനിക്ക് ഷോർട്ടിന് റെഡിയായി ഞാനെന്നാ പോട്ടെ. ഇല്ലല്ല, അങ്ങനെ ക്യാരക്ടർ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ ഞാൻ അതിനായി കഴിഞ്ഞു. സിനിമ വെച്ചു. അത് പിന്നെ പറയാൻ പാടില്ല. ഓക്കെ. ഞങ്ങളുടെ പ്രൊഡ്യൂസർ വരുന്നുണ്ട്. ഇതാണ് ഞങ്ങളുടെ പ്രൊഡ്യൂസർ. ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ് ഞങ്ങൾക്കൊരു അരമണിക്കൂറോളം ഞങ്ങൾക്ക് റെസ്റ്റ് തന്നു, തമാശകളൊക്കെ പറഞ്ഞു. ഇപ്പോൾ റെഡിയാണോ എന്നത് ചോദിച്ചു. ഒരു മണിക്കൂർ അല്ല, അരമണിക്കൂർ ഞങ്ങൾ വെറുതെ 1:18 ബ്രേക്ക് ആയതാ. 2:45 മനസ്സിലാക്കണം. പ്രൊഡ്യൂസറുടെ വേദന മനസ്സിലാക്കണം. ഞങ്ങൾ റെഡിയാണ്. വിളിച്ചത് വിളിച്ചില്ല. വിളിച്ച് നിന്ന് കേട്ടു. ഇല്ല, ഇത്രയും സീരിയൽസ് കാണിച്ചു. 700ഓളം എപ്പിസോഡുകൾ നമ്മൾക്ക്. മാമിൻ്റെ ഫസ്റ്റ് പ്രോജക്റ്റാണ് 700. ജാനി 1000 നമ്മൾ പോകണം. നമ്മൾ അതിൻ്റെ മുകളിൽ പോകാനാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. എല്ലാവരും ഇതുപോലുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ തരണം. പ്രസാദ് തിരിച്ചു വരണം എന്ന് പറയും. നമ്മൾ പോകുന്നുണ്ട്. പ്രസാദ് തിരിച്ചു വരുന്നുണ്ട്. ദുർഗയ്ക്ക് അടി തരാൻ. അതെ, എന്തായാലും കുഴപ്പമില്ല, വരണം. രണ്ടടി കിട്ടിയിട്ട് കുറച്ച് നാളായി. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇത് ആക്ച്വലി ഞങ്ങളുടെ പ്രൊഡ്യൂസറല്ല. എന്നെ സംബന്ധിച്ച് ഈ സെറ്റിൽ ഹെഡ് മിസ്ട്രസ് ആണ്. കയ്യിലൊരു ചൂരലില്ല എന്നേ ഉള്ളൂ. ചോദിക്കും, മാമിനോട് ചോദിക്കാനുള്ള. അല്ല, എനിക്കൊന്നും പറയാനില്ല. എല്ലാം ഹാപ്പിയാണ്. എല്ലാം നന്നായിട്ട് പോകുന്നുണ്ട്. ദൈവാനുഗ്രഹം കൊണ്ട് 1000 മേളിൽ പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ എല്ലാ സഹകരണം ഇതുവരെ എനിക്കൊരു കുഴപ്പമുണ്ടായിട്ടില്ല. ആർട്ടിസ്റ്റുകളുടെ സൈഡിൽ നിന്നായാലും ടെക്നിക്കൽ സൈഡിൽ നിന്നായാലും ഇതുവരെയും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. എല്ലാവരും ഫുൾ സപ്പോർട്ടാണ്. കട്ട സപ്പോർട്ട്. അങ്ങനല്ലേ പറയുന്നത്. അപ്പം നമുക്ക് എല്ലാവർക്കും കൂടെ അടിച്ചു പൊളിക്കാം. പിന്നെ കൃഷ്ണപ്രസാദ് താമസിയാതെ ദേവമംഗലത്തേക്ക് വീണ്ടും തിരിച്ചു വരും എന്ന ശുഭപ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. അതൊരു എക്സ്പീരിയൻസ് ആയിക്കോട്ടെ. അത് തുടരട്ടെ. അതാണ് ഞങ്ങളുടെ ടീം. അപ്പൊ ഇനി മതിൽ ചാടി എക്സ്പീരിയൻസ് ചോദിക്കും. തിരിച്ചെന്തെങ്കിലും ചോദിക്കാം. ഓക്കെ, ഇപ്പൊ ഈ ലേഖയുടെ കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തല്ലോ. പുതിയൊരു ട്രാക്കാണ് നമ്മുടെ സീരിയൽ. ഇത്രയും നാള് ആദി, തുളസി, ജയൻ, പ്രിയ, പ്രസാദ്, ദുർഗ ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത്. പുതിയൊരാൾ വരുന്നു, രാജീവ് മേനോൻ വന്നു, ലേഖ വന്നു. അപ്പോൾ എന്താണ് ശരൺ ആയിട്ട് നിന്ന് സംസാരിക്കുമ്പോൾ എന്താണ് ആ ഒരു ക്യാരക്ടറിനെ പറ്റിയിട്ടും പ്രസാദിന് ലേഖയോടുള്ള അപ്രോച്ചിനെ പറ്റിയിട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം. എനിക്ക് സത്യത്തിൽ ആ ട്രാക്ക് പെട്ടെന്ന് അങ്ങനെ കയറി വന്നപ്പോൾ ഇപ്പം നമുക്ക് എല്ലാവർക്കും ലൈഫിൽ ഏതെങ്കിലും ഒരു നിമിഷത്തിലെങ്കിലും ഒരു പെൺകുട്ടിയോട് പ്രണയം തോന്നിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഒരു ആൺകുട്ടിയോട് പ്രണയം തോന്നിയിട്ടുണ്ടാവാം. ആസ് എ ഹ്യൂമൻ ബീങ്. ഇല്ലാത്ത ആൾക്കാരും ഉണ്ട്. പക്ഷെ
പക്ഷെ ഒരു 99% പ്രണയമില്ലായിരുന്നു. പക്ഷെ അത് സക്സസ് ആവണമെന്നില്ല, വിട്ടു പിരിയാൻ. പക്ഷെ കാലങ്ങൾക്ക് ശേഷം ആ കൂട്ടുകാരി വീണ്ടും കാണുമ്പോൾ ഒരു പക്ഷേ അന്നത്തെ സിറ്റുവേഷൻ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വേറെ മാരീഡ് ആണെങ്കിൽ പഴയ ഓർമ്മകളൊക്കെ പങ്കുവയ്ക്കാം എന്നല്ലാതെ അതിനെ ഒരു ഡീപ്പ് റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുപോകുന്നതിനോട് എനിക്ക് ആസ് ശരൺ എനിക്ക് അഭിപ്രായമില്ല. ഒരു പ്രണയം എന്നതിനപ്പുറത്തേക്ക് അതൊരു സൗഹൃദത്തിലേക്ക് വളർത്തി കൊണ്ടുപോയിട്ട് എന്നാൽ ഒരു സപ്പോർട്ട് പോലെ നമ്മുടെ എല്ലാ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുന്ന, ഷെയർ ചെയ്യാൻ പറ്റുന്ന, വിഷമങ്ങൾ പങ്കുവയ്ക്കാൻ പറ്റുന്ന ഒരു കൂട്ടുകാരിക്ക് അപ്പുറത്തേക്ക് കടക്കുമ്പോൾ അത് വീണ്ടും അത് വേറൊരു ട്രാക്കിലേക്ക് അത് മാറും. ആൾക്കാരൊരു എത്രത്തോളം എന്നുള്ളൊരു ചിന്ത ഓട്ടോമാറ്റിക്കലി അങ്ങനൊരു ആംഗിളാണ് ശരൺ എന്ന് പറയുന്ന രീതിയിൽ എനിക്ക് പ്രസാദിനെ കുറിച്ച് പറയാനുണ്ട്. പ്രസാദായിട്ട് പറയുമ്പോൾ നേരത്തെ ദുർഗ പറഞ്ഞതുപോലെ പ്രൊഡ്യൂസറും ചാനലും ഡയറക്ടറും ഒക്കെ പറയുന്നത് ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞിട്ടാണ് നമ്മൾ എന്നുള്ളത് മാത്രമാണ്. പക്ഷെ അങ്ങനത്തെ ഒരു രീതിയിലേക്കൊന്നും കൂടുതലായിട്ട് പോയിട്ടില്ല. പ്രസാദേട്ടാ അങ്ങനെ പോവില്ല, പ്രസാദ് പോവില്ല. കാരണം പ്രസാദിന് എന്ത് തന്നെയാണെങ്കിലും ഈ പറഞ്ഞതുപോലെ ദേവമംഗലം, ഈ പറയുന്ന എൻ്റെ പ്രിയ, എനിക്ക് നമ്മുടെ സീരിയലിനെ പറ്റിയിട്ട് ഭയങ്കര സീരിയൽസ് അങ്ങനത്തെ വേറെ ഉണ്ടായിട്ടുണ്ട്. എന്നാലും ഞാനിപ്പോൾ അതിനകത്ത് അഭിനയിക്കുന്നത് കൂടി കൊണ്ട് എനിക്ക് പറയാം, അവിഹിതം എന്ന് പറയുന്ന ഒരു ട്രാക്ക് ഇല്ലാണ്ടാണ് 700 എപ്പിസോഡ് നമ്മൾ സീരിയസ്. രണ്ട് ഫാമിലിയുടെ കാര്യങ്ങൾ മാത്രമാണ്. ആദി തുളസി ഈ ഒരു സംഭവം വെച്ചിട്ടാണ് ഒരുപാട് നെഗറ്റീവ് കമൻറ്റ്സ് വരുന്നുണ്ട്, പോസിറ്റീവ് കമൻറ്റ്സ് വരുന്നുണ്ട്. അഭിപ്രായങ്ങൾ നമ്മളോട് ഓരോ സീൻസ് വരുമ്പോൾ അല്ലെങ്കിൽ ഓരോ ഷോർട്സ് വരുമ്പോൾ ഇത് ഇങ്ങനെ വേണ്ടിയിരുന്നില്ല, അല്ലെങ്കിൽ ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യാമായിരുന്നില്ലേ. അപ്പം ACP എന്ന് പറയുന്നൊരു പുള്ളിയുടെ യൂണിഫോമിനെ പറ്റിയിട്ട് വരെ നമുക്ക് കമൻറ്റ്സ് വരും. അതൊക്കെ പ്രേക്ഷകർ അത്ര ശ്രദ്ധിക്കുന്നത് കൊണ്ട് അത് നെഗറ്റീവായിട്ട് മൊത്തത്തിൽ കാണണ്ട, പോസിറ്റീവായിട്ട് എടുക്കും. അപ്പോൾ എനിക്കതിനകത്ത് ഏറ്റവും ഇതായിട്ട് പറയാനുള്ളത്, അവിഹിതമില്ലാണ്ട് ഈ സീരിയൽ ഇത്രയും പോയി, 2.5 വർഷം പോയില്ലേ. ഈ 2 പേരുടെ കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യം. ഇപ്പോഴാണ് അവിഹിതം എന്ന് പറയാനില്ല എങ്കിലും വേറൊരു ട്രാക്ക് ഇപ്പോഴാണല്ലോ നമ്മൾ പെട്ടെന്ന് ആൾക്കാർക്ക് തെറ്റിദ്ധരിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഒരു ട്രാക്കിലേക്ക് മാറിയപ്പോൾ ചിലപ്പോൾ അതെന്തെങ്കിലും നല്ലതിനാണെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾക്കും അറിയില്ല കേട്ടോ. നിങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക, അടുത്ത വൺലൈൻ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. ഞങ്ങൾ ഇത്രയും പറഞ്ഞത് അതിനാണ്. അതെ, ഇതുവരെ എന്തായാലും കട്ട സപ്പോർട്ടായിരുന്നു. മാം പറഞ്ഞതുപോലെ കട്ടയ്ക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഇനിയും അങ്ങോട്ട് കൂടെ നിൽക്കുക. ഓക്കെ, താങ്ക് യു.